back to Chinu's Taste Buds. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യൽ നാരങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നാരങ്ങ കൊണ്ടല്ല, നാരങ്ങയുടെ തോല് കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നാരങ്ങ തോല് കൊണ്ട് മിക്കവരും അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് നല്ല മധുരമുള്ളൊരു നാരങ്ങ കറിയാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാരങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നാരങ്ങയുടെ തോലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നാരങ്ങയുടെ തോല് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞതിന് ശേഷം തോല് ഒരു ടിന്നിലാക്കി ഇതേപോലെ അടച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനാണെങ്കിലും അതേപോലെ ഇങ്ങനെ നാരങ്ങ കറി ഉണ്ടാക്കാനും ഒക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ നാരങ്ങ തോല് കൊണ്ട് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് നോക്കാം. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മൺചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഈ പുളിയുള്ള കറികളൊക്കെ മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് ആദ്യമേ അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. മസാല നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് നാരങ്ങയുടെ തോല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം നാരങ്ങയുടെ തോല് ചേർത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ നാരങ്ങയുടെ തോലും ആ മസാലയിൽ കിടന്ന് ഒന്ന് എണ്ണയിൽ ഒന്ന് വഴന്ന് വരണം. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ശർക്കര ഉരുക്കിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ചാറൊന്ന് കുറുകി വറ്റി വരണം. ആ ഒരു പാകം വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക.
നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ ശർക്കര ചേർത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ചിലപ്പോൾ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിന് ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഇതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 നാരങ്ങയുടെ നീരാണ് ചേർത്തിട്ടുള്ളത്. നാരങ്ങയുടെ കുരു കളഞ്ഞതിന് ശേഷം നാരങ്ങയുടെ നീര് മാത്രം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇത് ആ ചാറൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് വറ്റി വരണം. ആ ഒരു പാകത്തിന് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ നാരങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് 2 ദിവസം വരെ ആ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ശർക്കര പാനിയിൽ നാരങ്ങയൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് സോക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ 2 ദിവസം ഓണത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓണത്തിന് 2 ദിവസം മുമ്പേ തന്നെ ഇതുണ്ടാക്കി വെക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.